പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ആ കുഞ്ഞിൻ്റെ മോണ തന്നെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് പുതിയ പല്ലുകൾ വരുമ്പോൾ അത് കേടുവരാതെ നല്ലതായിട്ട് വരുന്നതിനെ സഹായിക്കുമെന്നാണ് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നു നീളത്തിൽ ഒരുപാട് ആ ബ്രഷിന്റെ നീളത്തിൽ മുഴുവനായിട്ട് പേസ്റ്റ് എടുക്കുന്നത് നമ്മൾ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല്ല് ക്ലീൻ ചെയ്താൽ പല്ലിന് നിറം വെക്കുകയില്ല. രാത്രി ഉമിനീരിന്റെ പ്രവർത്തനം വളരെ കുറവായതുകൊണ്ട് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫെർമെന്റേഷൻ മുഖാന്തരം ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും തൽഫലമായി പല്ല് കേടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. മോണപഴുപ്പിന് ഉപ്പുവെള്ളം കൊള്ളുന്നത് ഒരു ശാശ്വതമായ പരിഹാരമേ അല്ല. ഞാൻ ഡോക്ടർ സാമുവൽ എ ജോൺ, ദന്ത ഡോക്ടർമാരുടെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ കഴിഞ്ഞ 24 വർഷമായി ദന്താരോഗ്യ രംഗത്ത് ദന്ത ഡോക്ടറായി സേവനമനുഷ്ഠിച്ചുകൊള്ളുന്നു. ദന്തപരിചരണം ആരംഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് അതിനൊരു 6 മാസം മുതൽ അതിന് ദന്തപരിചരണം ആരംഭിക്കേണ്ടതാണ്. കാരണം എപ്പോൾ പല്ല് മുളയ്ക്കുന്നു അപ്പോൾ മുതൽ ദന്തപരിചരണത്തെ പറ്റി മാതാപിതാക്കൾ ബോധവാന്മാരാകേണ്ടതാണ്. ഒരു കുഞ്ഞിന് പാൽപ്പല്ല് വരുന്നതിന് മുമ്പേ തന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ആ കുഞ്ഞിൻ്റെ മോണ തന്നെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് പുതിയ പല്ലുകൾ വരുമ്പോൾ അത് കേടുവരാതെ നല്ലതായിട്ട് വരുന്നതിനെ സഹായിക്കുമെന്നാണ് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പല്ല് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പാലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാര് പഞ്ഞി കൊണ്ടോ നനഞ്ഞൊരു വൃത്തിയുള്ള തുണി കൊണ്ടോ പല്ലുകൾ തുടച്ച് അത് വൃത്തിയാക്കേണ്ടതുമാണ്. കുട്ടികളുടെ പല്ലുകൾ വരുന്ന മുറയ്ക്ക് ഏതാണ്ട് ആദ്യത്തെ 2-3 വർഷം പുതിയ പാൽപ്പല്ലുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അവരുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 1.5 വയസ്സ് വരെ നമ്മൾക്ക് ഈ രീതിയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ അവർക്ക് ദന്തപരിചരണം കൊടുക്കാവുന്നതാണ്. 1.5 വയസ്സ് മുതൽ അവർക്ക് ചെറിയ ഫിംഗർ ബ്രഷ് എന്ന് പറയുന്ന നമ്മുടെ വിരലിൽ കയറ്റി തേക്കാവുന്ന ബ്രഷുണ്ട്. ആ തരം ബ്രഷ് ഉപയോഗിച്ച് ദന്ത ശുചീകരണം ആരംഭിക്കാവുന്നതാണ്. കുട്ടികൾ വലുതാവുന്ന മുറയ്ക്ക് ഈ ഫിംഗർ ബ്രഷിൽ നിന്നും ബേബി ബ്രഷിലേക്ക് നമ്മൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ബേബി ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ പല്ല് തേക്കാനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതുമാണ്. മുമ്പിലെ പല്ല് പലപ്പോഴും നമ്മളെല്ലാം തേക്കും, പക്ഷെ കുഞ്ഞുങ്ങൾ അവരുടെ അണപ്പല്ലുകളാണ് പലപ്പോഴും കേടുവരാൻ കൂടുതൽ സാധ്യത. അതുകൊണ്ട് പല്ല് തേപ്പിക്കുമ്പോൾ അണപ്പല്ല് കൂടി തേപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടു നേരമെങ്കിലും പല്ല് തേക്കണം എന്നാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. സാധിക്കുമെങ്കിൽ ഓരോ ഭക്ഷണത്തിന് ശേഷവും പല്ല് തേക്കണം. പക്ഷെ പ്രായോഗിക തലത്തിൽ അത് നടപ്പിൽ വരുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചുരുങ്ങിയ പക്ഷം 2 നേരമെങ്കിലും പല്ല് തേക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു ശീലം എന്നുള്ള നിലയ്ക്ക് രാവിലെ പല്ല് തേക്കാൻ മറക്കാറില്ല. അതേസമയം രാത്രി കാലങ്ങളിൽ നമ്മൾ പലപ്പോഴും പല്ല് തേക്കുന്ന ഒരു ശീലം പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രാത്രി ഉമിനീരിന്റെ പ്രവർത്തനം വളരെ കുറവായതുകൊണ്ട് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഫെർമെന്റേഷൻ മുഖാന്തരം ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും തൽഫലമായി പല്ല് കേടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ രാത്രി പല്ല് തേക്കുന്നതാണ് രാവിലെ പല്ല് തേക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം. പിന്നെ പല്ല് തേക്കാനായിട്ട് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല രീതികളാണ് ഉമിക്കരി, അതുപോലെ മാവില, ഇങ്ങനെയുള്ള വേപ്പിൻ്റെ ചെറിയ കമ്പ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. അതിനെല്ലാം ചെറിയ രീതിയിലുള്ള ഗുണങ്ങളുണ്ടെങ്കിലും ഒരു പല്ല് തേക്കുന്ന ബ്രഷിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം ഒരിക്കലും നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായ പല്ല് തേക്കാനായിട്ട് ടൂത്ത് ബ്രഷും പേസ്റ്റും തന്നെ ഉപയോഗിക്കേണ്ടതാണ്. നാക്ക് വടിക്കുക എന്നൊരു ശീലം പണ്ടുകാലം മുതലേ ഉണ്ട്.
പച്ച ഈർക്കലി വളച്ചാണ് പണ്ട് കാലങ്ങളിലൊക്കെ നാക്ക് വടിച്ചിരുന്നത്. പിന്നീട് അതിനുവേണ്ടി പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീലോ ആയിട്ടുള്ള ചില ഉപകരണങ്ങൾ നാക്ക് വടിക്കാനായിട്ട് ടങ് ക്ലീനേഴ്സ് എന്ന പേരിൽ നമ്മൾക്ക് അവൈലബിൾ ആയിരുന്നു. എന്നാൽ നാക്കിൻ്റെ മുൻഭാഗത്ത് നമ്മൾ വൃത്തിയാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ബ്രഷ് തന്നെയാണ്. നാക്കിൻ്റെ പുറകോട്ട് പോയി നമ്മൾ ഈ ബ്രഷ് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നാക്കിൻ്റെ മുൻഭാഗം മാത്രം നമ്മൾക്ക് ആ രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വായനാറ്റം നല്ലൊരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. നാലോ അഞ്ചോ നിരകളുള്ള ഒരു ബ്രഷാണ് ഏറ്റവും നല്ല ബ്രഷ്. ഇത് പറയുന്നതിൻ്റെ കാരണം വളരെ വില കുറഞ്ഞ 2 നിരയുള്ള ബ്രഷും 3 നിരയുള്ള ബ്രഷും ഒക്കെ നമ്മൾക്ക് പണ്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. എന്നാൽ 4 നിരയോ 5 നിരയോ ഉള്ള ബ്രഷാണ് ഏറ്റവും നല്ലത്. ബ്രഷിൽ തന്നെ സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, സൂപ്പർ സോഫ്റ്റ്, ഇങ്ങനെ പലതരം ബ്രഷുകൾ നമ്മൾക്കുണ്ട്. ഇതിൽ ഓരോന്നും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സോഫ്റ്റ് ടൂത്ത് ബ്രഷ് പൊതുവിൽ നമ്മൾക്ക് നല്ലതാണ്. എങ്കിൽ പോലും മീഡിയം ബ്രഷാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ് ബ്രഷോ പ്രായമായവരിലും മോണയ്ക്ക് വളരെ പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളവരിലും ഒക്കെ നമ്മൾ സൂപ്പർ സോഫ്റ്റ് ബ്രഷും ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അതേസമയം ഈ പല്ല് സെറ്റൊക്കെ വൃത്തിയാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഹാർഡ് ടൂത്ത് ബ്രഷാണ്. കുട്ടികൾക്കാകട്ടെ അവരുടേതായിട്ടുള്ള ചെറിയ കിഡ് ടൂത്ത് ബ്രഷും ഇന്ന് അവൈലബിൾ ആണ്. ബേബി ടൂത്ത് ബ്രഷ്, കിഡ് ടൂത്ത് ബ്രഷ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ നാരുകളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു ടൂത്ത് ബ്രഷ് നന്നായി പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ്. ടൂത്ത് ബ്രഷ് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അതിൽ ആഹാര ശകലങ്ങളിൽ പതിയിരിപ്പില്ല, നമ്മൾ അത് വളരെയധികം കൃത്യമായി ഉറപ്പുവരുത്തണം. പലപ്പോഴും നല്ല രീതിയിൽ വാഷ് ബേസിനിൽ അത് കഴുകി മാത്രമേ നമ്മളത് എടുക്കാവുള്ളൂ. എടുത്ത ശേഷം ഉപയോഗശേഷം അത് അതുപോലെ തന്നെ നന്നായി കഴുകി ആഹാര ശകലങ്ങളിൽ ബ്രഷിൽ ഇരിക്കുന്നില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി അതിലെ വെള്ളമെല്ലാം കുടഞ്ഞ് കളഞ്ഞ് അത് ഉണങ്ങിയ ശേഷം ഒരു അടച്ചുറപ്പുള്ള കണ്ടെയ്നറിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബാത്റൂമിലോ അഥവാ അടുക്കളയിലോ വാഷ് ബേസിനരികിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പല്ലി, പാറ്റ തുടങ്ങിയ ജീവികൾ അതിൽ വരാനും അതിൽ നമ്മൾക്ക് അതിൻ്റെ ഹൈജീൻ മെയിൻ്റനൻസിനെ അത് ബാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പല്ലി, പാറ്റ തുടങ്ങിയത് ഒരു അടുക്കളയിലെ സിങ്കിലോ അതുപോലെ വാഷ് ബേസിൻ്റെ അകത്തു നിന്നോ ബാത്റൂമിലാണെങ്കിൽ ക്ലോസറ്റിലോ ഒക്കെ അത് ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രഷിൻ്റെ സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ ബ്രഷ് നമ്മൾ മാറ്റേണ്ടതുമാണ്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ടൂത്ത് ബ്രഷ് നമ്മൾ മാറ്റണം. ആ ബ്രഷിൻ്റെ ബ്രിസിൽസ് അത് തേഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലവേർഡ് ടൂത്ത് ബ്രഷ് എന്നാണ് പറയുന്നത്, പൂ പോലെ വരും. ആ അവസരത്തിൽ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കാതെ അതിൻ്റെ ബ്രിസിൽസ് മോശമായി തുടങ്ങുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മാറ്റി പുതിയ ടൂത്ത് ബ്രഷ് എടുക്കേണ്ടതാണ്. അപ്പോൾ ബ്രഷിൻ്റെ സെലക്ഷനിലും ബ്രഷിൻ്റെ പരിപാലനത്തിലും നമ്മൾ വളരെയധികം കൃത്യത പുലർത്തേണ്ടതാണ്. ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നു, നീളത്തിൽ ഒരുപാട് ആ ബ്രഷിൻ്റെ നീളത്തിൽ മുഴുവനായിട്ട് പേസ്റ്റ് എടുക്കുന്നത് നമ്മൾ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പയറുമണിയുടെ അത്രയും മാത്രമേ പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ആ പേസ്റ്റ് എടുക്കേണ്ടത് തന്നെ ബ്രഷിൻ്റെ അകത്തേക്കാണ്. എന്നാൽ മാത്രമേ അത് ഓരോ ലെയറായിട്ട് പതിഞ്ഞ് വരുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് വെറുതെ വേസ്റ്റ് ആവുക എന്നുള്ളതല്ലാതെ നമ്മൾക്കതിൻ്റെ പ്രയോജനം കിട്ടില്ല. പിന്നെ പേസ്റ്റിൻ്റെ ഫ്ലൂറൈഡിൻ്റെ അളവനുസരിച്ച് അതിനെ നമുക്ക് തരംതിരിക്കാം. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് നമ്മൾ പല്ല് തേക്കാനായിട്ട് ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ ലോ ഫ്ലൂറിഡേറ്റഡ് പേസ്റ്റുകളും അവൈലബിൾ ആണ്. നമ്മൾ കുട്ടികൾ തുപ്പാൻ ആവുന്നവരെ അവർക്ക് ലോ ഫ്ലൂറിഡേറ്റഡ് പേസ്റ്റ് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അതുപോലെ ആ ഒരു പ്രായം അവർ കുലുക്കൊഴിഞ്ഞ് തുപ്പാനൊക്കെ സാധിക്കും. അത് പേസ്റ്റ് തിന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന പ്രായത്തിൽ മാത്രമേ നമ്മൾ കുറച്ചുകൂടെ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടിയ ടൂത്ത് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കാവുകയുള്ളൂ. മുതിർന്നവർക്ക് കൊടുക്കുന്ന പേസ്റ്റ് ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. അവർ ആ പേസ്റ്റ് ഭക്ഷിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
പുളിപ്പിന് പ്രത്യേകമായിട്ട് പേസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ ചില പരസ്യങ്ങൾ പോലും തെറ്റിദ്ധാരണാജനകമാണ്. കാരണം പല്ലുപുളിപ്പിന് എന്ന് പറഞ്ഞ് അതൊരു ചികിത്സയുടെ ഭാഗമായി പുളിപ്പ് മാറും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ തരുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം. എന്നാൽ ഒരു ഡെന്റിസ്റ്റിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം മാത്രമേ ആ പേസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ. കാരണം പുളിപ്പ് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പുളിപ്പിന്റെ പേസ്റ്റിന് കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഉപ്പുവെള്ളം കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. എങ്കിൽ പോലും മോണപഴുപ്പിന് ഉപ്പുവെള്ളം കൊള്ളുന്നത് ഒരു ശാശ്വതമായ പരിഹാരമേ അല്ല. ആദ്യമേ തന്നെ ഒരു കൃത്യമായ ഇടവേളകളിൽ ദന്ത ഡോക്ടറെ കണ്ട് എന്തുകൊണ്ടാണ് മോണപഴുപ്പ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും മോണയിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്ക്, കാൽക്കുലസ് തുടങ്ങിയ വസ്തുക്കളാണ് മോണപഴുപ്പിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ദന്ത ഡോക്ടറെ കണ്ട് പല്ല് ക്ലീൻ ചെയ്ത് അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാവുന്നുള്ളൂ. ദന്ത ഡോക്ടർമാരെ പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും പല്ലുവേദന ഉണ്ടാകുമ്പോഴാണ്. ഇതാണൊരു വസ്തുത. എന്നാൽ നമ്മൾ ഒരു കൃത്യമായ ഇടവേള 6 മാസം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 6 മാസത്തെ ഇടവേളയിൽ ഒരു ദന്ത ഡോക്ടറെ കാണുകയും അത് പരിശോധനകൾ കൃത്യമായി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ദന്തരോഗം വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മുൻകരുതൽ. എല്ലാ 6 മാസവും പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ നമ്മൾ എടുക്കണം. പലപ്പോഴും നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിന് 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ദന്ത ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതൊരു കൃത്യമായ രോഗനിർണയത്തിന് നമ്മളെ സഹായിക്കും. ദന്തക്ഷയം തുടക്കത്തിലെ കണ്ടുപിടിക്കാനും നമ്മൾക്ക് പല്ല് ക്ലീൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. മോണരോഗം തടയുവാനും ഈ കൃത്യമായ ഇടവേളകളിൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഇനാമൽ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കാരണം പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് അഥവാ ഡ്രില്ലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് അൾട്രാസൗണ്ട് വൈബ്രേഷൻസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അൾട്രാസോണിക് ക്ലീനേഴ്സ് ആണ്, വൈബ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ ഇല്ലാത്ത ഭാഗത്ത് ആ ഉപകരണം തട്ടുമ്പോൾ ചിലപ്പോൾ പുളിപ്പുണ്ടാകാം. എന്നാൽ അത് ഇനാമൽ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഒരു കാരണമാകുന്നില്ല. ആ ഉപകരണം ഉപയോഗിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉള്ള നല്ല ഇനാമൽ നഷ്ടപ്പെടുകയില്ല, അഴുക്ക് പോവുക മാത്രമേ ഉള്ളൂ. ക്ലീനിങ്ങിന് ശേഷം അഥവാ ക്ലീനിങ്ങും പോളിഷിങ്ങും ചെയ്ത ശേഷം നമ്മൾ പുളിപ്പിനായിട്ടുള്ള പേസ്റ്റുകൾ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. അപ്പോൾ മാത്രമാണ് കൃത്യമായി ആ പേസ്റ്റ് ഉപയോഗപ്പെടുകയുള്ളൂ. പല്ല് ക്ലീൻ ചെയ്താൽ പല്ലിന് നിറം വയ്ക്കുകയില്ല, പുതിയതായി നിറം വയ്ക്കുകയില്ല. പല്ലിന് എന്താണോ സ്വാഭാവികമായിട്ടുള്ള നിറം, ആ നിറം ലഭിക്കും. എല്ലാവരുടെയും പല്ലുകൾ ഒരുപോലെ വെളുത്തതല്ല. നമ്മളെല്ലാവരും ഒരുപോലെ വെളുത്തതോ കറുത്തതോ അല്ലാത്തതുപോലെ തന്നെ പല്ലിനും സ്വാഭാവികമായ നിറവ്യത്യാസങ്ങളുണ്ട്. ചാരനിറം മുതൽ ചെറിയ തവിട്ട് നിറം വരെ നല്ല വെള്ളപ്പല്ലുകളുള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പല തരത്തിലുള്ള ഷെയ്ഡുകൾ പല്ലിനുണ്ട്. അപ്പോൾ എന്താണോ നമ്മളുടെ പല്ലിൻ്റെ സ്വാഭാവികമായ നിറം അത് കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ക്ലീനിങ്ങിലൂടെ സാധിക്കും. പല്ല് വെളുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില ബ്ലീച്ചിങ് മുതലായ സമ്പ്രദായങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതൊരു കൃത്യമായ ഒരു പരിശോധനയിലൂടെ ആവശ്യമെങ്കിൽ ഡെന്റിസ്റ്റ് നിർദ്ദേശിക്കും. അപ്പോൾ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. കുട്ടികളുമായി വരുന്ന മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ പാൽപ്പല്ലുകളെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അജ്ഞരാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുന്ന പ്രായം മുതൽ അത് പൊഴിഞ്ഞു പോകുന്ന പ്രായം വരെ കൃത്യമായി അത് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാൽപ്പല്ലുകളുടെ നിലനിൽപ്പ് പുതിയ പല്ലുകൾ വരുന്നതിനെ, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ക്രമം, ഇതിനെല്ലാം ബാധിക്കും. പുതിയ പല്ലുകൾ കൃത്യമായ സ്ഥാനത്ത് കൃത്യമായ സമയത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പാൽപ്പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ചയുടെ പ്രായത്തിൽ കുട്ടികൾക്ക് നല്ല പോഷകാഹാരങ്ങൾ
നന്നായി ചവച്ചരച്ച് കഴിച്ച് നല്ല ദഹനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാൽപ്പല്ലുകൾ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. പാൽപ്പല്ലുകളിൽ ഉണ്ടാകുന്ന കേടുകൾ കൃത്യമായ സമയത്ത് കണ്ടെത്തി ചികിത്സിച്ച് അത് നിലനിർത്തേണ്ടത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം ദന്ത രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ആദ്യത്തെ പ്രതിരോധ സംവിധാനമാണ് പല്ല് തേയ്ക്കുക എന്നുള്ളത്. പല്ല് കൃത്യമായ ഇടവേളകളിൽ തേയ്ക്കുകയും ദന്ത ഡോക്ടറെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇന്ന് പല്ല് കേടുവരാതിരിക്കാനുള്ള പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ്, അത് പല്ലിൽ കുഴികളും ചാലുകളും എല്ലാം ഉണ്ട്. നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ലുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കുഴികളും ചാലുകളും അതിനകത്താണ് പലപ്പോഴും മധുരപദാർത്ഥങ്ങൾ കയറിയിരിക്കുന്നത്. അത് അവിടെ ഇരുന്ന് അത് ഫെർമെൻറ്റ് ചെയ്ത് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും തൽഫലമായി ദന്തക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കേട് വരാതിരിക്കാനായിട്ട് നമുക്ക് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് തുടങ്ങിയ അതുപോലെ ഫ്ലൂറൈഡ് വാർണിഷ് ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത് വഴി നമ്മൾക്ക് ദന്തക്ഷയം തടയുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ദന്തനിര വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മളൊരു 6 വയസ്സ് മുതൽ നിരീക്ഷിക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും കുട്ടികളുടെ ദന്തനിര ക്രമീകരിക്കേണ്ടത് ഒരു 10-15 വയസ്സായതിനു ശേഷം മാത്രം മതി എന്നുള്ള ഒരു അറിവാണ് പൊതു സമൂഹത്തിലുള്ളത്. അങ്ങനെയല്ല. അവരുടെ വളരുന്ന പല്ലുകളും അതുപോലെ തന്നെ മോണയും ശരിയായ രീതിയിലാണോ വളരുന്നത്, അതെല്ലാം കൃത്യമായിട്ട് ഉള്ള നിരയിലേക്കാണോ വരുന്നത് എന്ന് നമ്മൾ ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് കാണിക്കേണ്ടതാണ്. ഡെന്റിസ്റ്റിന് മാത്രമേ കൃത്യമായി അത് നിർണ്ണയിച്ച് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 12-13 വയസ്സിന് ശേഷം കമ്പിയിട്ടാൽ മതി എന്നുള്ളത് ഒരു പൊതു അറിവാണെങ്കിൽ പോലും നമ്മൾക്ക് പല കാര്യങ്ങളിലും വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പല്ല് അമർത്തി തേച്ചാൽ പല്ല് താഴും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. കാരണം പല്ല് എല്ലിനകത്ത് ഉറച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് എല്ലിൻ്റെ അകത്ത് പല്ല് താഴണമെങ്കിൽ അതിന് നിശ്ചിതമായ അളവിലുള്ള ബലം അത് തുടർച്ചയായി കിട്ടിയെങ്കിൽ മാത്രമേ പല്ല് താഴ്ന്ന് അതിൻ്റെ നിരയിലേക്ക് വരികയുള്ളൂ. അതെല്ലാം ഒരു ദന്തക്രമീകരണ ചികിത്സയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു നേരമോ 2 നേരമോ അമർത്തി തേച്ചത് കൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ മോണ ഒഴിയുന്നത് കൊണ്ട് മോണയിലുള്ള രക്തയോട്ടം വർദ്ധിക്കാനും മോണയുടെ ആരോഗ്യം മെച്ചപ്പെടാനും അത് സഹായിക്കും. ദന്ത ചികിത്സയ്ക്ക് ഇന്ന് ആധുനികമായ ഒരുപാട് രീതികൾ നിലവിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ സമ്പ്രദായങ്ങളായ ലേസർ ചികിത്സ, അതുപോലെ തന്നെ സ്കാനിങ് മെഷീനുകളുടെ വരവ്, അതുപോലെ കോമ്പോസിറ്റ്സ്, പല്ലടയ്ക്കാനുള്ള കോമ്പോസിറ്റ്സ്, അതുപോലെ ഇംപ്ലാന്റ് സർജറി, നഷ്ടപ്പെട്ട പല്ലുകൾ പുതിയ പല്ലുകൾ വയ്ക്കുന്നതിനുള്ള ഇംപ്ലാന്റ് സർജറി, ഇങ്ങനെ ദന്തശാസ്ത്രത്തിൽ എല്ലാ മേഖലകളിലും നൂതനമായിട്ടുള്ള പല രീതികളും വന്നിട്ടുണ്ട്. അതേസമയം ദന്തനിര ക്രമീകരിക്കാനായിട്ട് നേരത്തെ നമ്മൾ സ്ഥിരമായിട്ടിടുന്ന കമ്പികളൊക്കെയാണ് ഫിക്സഡ് ഓർത്തഡോണ്ടിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഫിക്സഡ് ഓർത്തഡോണ്ടിക്സ് അത് കൂടുതൽ വികസിച്ച് ഇപ്പോൾ നമുക്ക് ഇൻവിസലൈൻ അല്ലെങ്കിൽ നമ്മൾക്ക് വിസിബിൾ അല്ലാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ചില പുതിയ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾക്ക് ദന്തനിര ക്രമീകരിക്കാവുന്നതാണ്. അത് പരമ്പരാഗത രീതിയിൽ നമ്മൾ ദന്തനിര ക്രമീകരിക്കുന്ന ചികിത്സയേക്കാൾ വേദനരഹിതവും ആളുകൾക്ക് വളരെ സൗകര്യപ്രദവുമാണ്. പല്ലടയ്ക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുമുണ്ട്. പല്ലടയ്ക്കേണ്ടത് കൃത്യമായും ഏറ്റവും നേരത്തെ തന്നെ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. അതുകൊണ്ടാണ് 6 മാസത്തെ ഇടവേളയിൽ ദന്ത ഡോക്ടറെ കാണണമെന്ന് പറയുന്നത്. എത്ര ഏർലി സ്റ്റേജിൽ നമ്മൾക്ക് കേട് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പല്ലിനുണ്ടാകുന്ന പരിക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത്രയും നമ്മുടെ പല്ലിനെ നമ്മൾക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. പല്ലിൻ്റെ ഇനാമൽ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് രണ്ടാമത് ഉണ്ടാവുന്ന ഒരു അവയവമല്ല. അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ ദന്തക്ഷയം നമ്മൾ ചികിത്സിക്കേണ്ടതാണ്. റൂട്ട് കനാൽ ചികിത്സയിൽ
ദന്തക്ഷയം മൂലം പല്ലിൻ്റെ ഏറ്റവും നടുക്കുള്ള അവയവമായ പൾപ്പ്, ഈ പൾപ്പാണ് പല്ലിന് ജീവൻ നൽകുന്നത്. ആ ജീവാംശം ഉള്ള ഭാഗത്തേക്ക് കേട് വന്നു കഴിയുമ്പോൾ അത് ആ പല്ലിനെ പല്ലുവേദന ഉണ്ടാക്കാനായിട്ടൊരു കാരണമാകുന്നു. ആ സമയത്ത് പല്ലിനെ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വഴി കേടുവന്ന പൾപ്പ് നമ്മൾ പല്ലിൻ്റെ വേരുകളിൽ നിന്ന് നീക്കം ചെയ്ത് അവിടെ കൃത്യമായ രീതിയിലുള്ള മരുന്നുകളെല്ലാം വെച്ച് ആ പല്ലിനെ നമ്മൾ സംരക്ഷിക്കുന്നു. ജീവനുള്ള ഒരു പല്ലാണ് എങ്കിൽ പോലും അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ പല്ല് ഈ റൂട്ട് കനാൽ ചികിത്സയിലൂടെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞാൽ പല്ല് നിർബന്ധമായിട്ടും നമ്മൾ അതിനൊരു ക്രൗൺ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റൂട്ട് കനാൽ ചികിത്സയ്ക്ക് വരുമ്പോൾ തന്നെ പല്ലിൻ്റെ ഒരു നല്ല ഭാഗം കേടുവന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം പല്ല് നിർജ്ജീവമായി കഴിയുമ്പോൾ ആ പല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പല്ല് പൊട്ടി അത് ഉപയോഗശൂന്യമായി പോകാതിരിക്കാനാണ് പല്ല് റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം ക്രൗൺ ചെയ്യണം അഥവാ ക്യാപ്പ് ഇടണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റൂട്ട് കനാൽ ചികിത്സ അത്യാവശ്യമാണോ എന്നറിയാൻ പോലും നമ്മൾക്ക് ഒരു എക്സ്റേ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നൂതന ചികിത്സാ രീതികളെല്ലാം ചികിത്സാ രീതികൾ നമ്മൾ അവലംബിക്കുമ്പോൾ അതിന് കൃത്യമായ രോഗനിർണയം ആവശ്യമാണ്. ഈ രോഗനിർണയത്തിലേക്ക് നമ്മൾക്ക് വരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എക്സ്റേയും സ്കാനും. ആവശ്യമായ അവസരങ്ങളിൽ ഡെന്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കാനിങ്ങും എക്സ്റേകളും എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ആ സ്ഥാനത്തേക്ക് നേരെ എതിർവശത്തുള്ള പല്ല് ഇറങ്ങി വരാനും പല്ലിൻ്റെ ദന്തനിര തെറ്റാനും വളരെയധികം സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പല്ല് അതിൻ്റെ പ്രയോജനം നമ്മൾക്ക് നമ്മുടെ ചവയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറ്റ് പല്ലുകൾ ആ ലോഡ് ബെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ആ മറ്റ് പല്ലുകളുടെ സ്ഥാനത്തെയും ഈ നഷ്ടപ്പെട്ട പല്ല് നമ്മൾ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ പുതിയൊരു വെപ്പ് പല്ല് നമ്മൾ വെക്കേണ്ടതാണ്. വെപ്പ് പല്ല് വെക്കുന്നതിന് നമുക്ക് പലതരം രീതികളുണ്ട്. എടുക്കാവുന്ന രീതിയിലുള്ള വെപ്പ് പല്ലുകളാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് വെക്കാവുന്ന പല്ലുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും നൂതനമായ സമ്പ്രദായമാണ് ഇംപ്ലാന്റ് സർജറി വഴിയുള്ള വെപ്പ് പല്ല് വയ്ക്കുന്ന രീതി. ഇംപ്ലാന്റ് സർജറിയിൽ നമ്മുടെ പല്ല് പോയ സ്ഥാനത്ത് പുതിയൊരു പല്ല് കൃത്യമായി വരികയാണ്. അത് വയ്ക്കുമ്പോൾ അടുത്തുള്ള പല്ലുകളെ ഒന്നും അത് ബാധിക്കുന്നില്ല. ഏറ്റവും നല്ലൊരു സമ്പ്രദായമാണ് ഇംപ്ലാന്റ് സർജറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതരത്തിൽ വെപ്പ് പല്ലുകൾ വെക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും ദന്ത ചികിത്സയിലെ ഒരു നൂതന സമ്പ്രദായമാണ് ലേസർ. ലേസർ ചികിത്സ ദന്ത ചികിത്സാ രംഗത്ത് വന്നിട്ട് ഏതാണ്ട് ഒരു 5-6 വർഷമായി. ചുരുങ്ങിയ വർഷം കേരളത്തിലേക്കെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്കെങ്കിലും വന്നിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. ലേസർ ദന്ത ചികിത്സാ രംഗത്തെ റൂട്ട് കനാൽ ചികിത്സ മുതൽ സർജറികളിൽ വരെ ഇന്ന് ഏറ്റവും നല്ല ഒരു ചികിത്സാ ഉപകരണമായിട്ട് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള ശസ്ത്രക്രിയകൾക്കും ഇന്ന് ലേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദന്ത ചികിത്സയ്ക്ക് ഇത്രയധികം ചിലവ് വരാനുള്ള ഒന്നാമത്തെ കാരണം, നമ്മൾ പണ്ട് പല്ല് പറിക്കുക അല്ലെങ്കിൽ ഒരു പല്ല് അടയ്ക്കുക, പരമാവധി ഒരു വെപ്പ് പല്ല് വയ്ക്കുക, ഊരിയെടുക്കാവുന്ന രീതിയിലുള്ള വെപ്പ് പല്ല് വയ്ക്കുക, ഇതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ചികിത്സ. എന്നാൽ ഇന്ന് നമ്മൾക്ക് പല്ല് നിലനിർത്താനായിട്ടുള്ള ചികിത്സകളാണ് കൂടുതൽ നമ്മൾ പ്രയോഗത്തിലുള്ളത്. ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാങ്കേതിക വിദ്യകളും അതിനുള്ള ഉപകരണങ്ങളും അതിനുള്ള മരുന്നുകളും വളരെ വിലയേറിയതും പലതും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതുമാണ്. അതുകൂടാതെ ഏറ്റവും നല്ല സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോളാണ് ഇന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പണ്ടത്തെക്കാൾ ഒക്കെ സാംക്രമിക രോഗങ്ങളെപ്പറ്റി ബോധമുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദന്താശുപത്രികളിലും
അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ മരുന്നുകളുടെയും എല്ലാം ക്രമാതീതമായ വില വർധനവ് ചികിത്സാ ചെലവിലും പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദന്ത ചികിത്സ ചെലവേറിയതാകുന്നത്. മാർച്ച് 6 ആണ് വേൾഡ് ഡെന്റിസ്റ്റ് ഡേ, അഥവാ ലോകത്തുള്ള എല്ലാ ഡെന്റിസ്റ്റിൻ്റെയും ഒരു ദിവസമായിട്ട് ആചരിക്കപ്പെടുന്നത്. അമേരിക്കയിലുള്ള ജോൺ ഗ്രീൻഫീൽഡ് എന്ന ഡെന്റിസ്റ്റ് ആദ്യമായി തൻ്റെ ചികിത്സയിൽ പല്ലടയ്ക്കാനായിട്ടുള്ള ഒരു സമ്പ്രദായം, ഒരു റോട്ടറി ഇൻസ്ട്രുമെൻ്റ് കണ്ടെത്തിയത് ആ ദിവസമാണ്. അപ്പോൾ ആ ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ അമ്മയുടെ തയ്യൽ മെഷീൻ മോഡിഫൈ ചെയ്താണ് അദ്ദേഹം ഈ ഉപകരണം കണ്ടെത്തിയത്. അതുവഴി ഒരു റോട്ടറി ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് നേരത്തെ ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് ഒരു ക്യാവിറ്റി പ്രിപ്പറേഷൻ അഥവാ ഒരു പല്ലടയ്ക്കാനുള്ള സമ്പ്രദായം, അതിൽ നിന്നെല്ലാം കുറേയും കൂടെ ആധുനിക രീതിയിലുള്ള ഒരു പല്ലടയ്ക്കാനുള്ള സമ്പ്രദായം ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഇത് കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ദിവസം ഡെന്റിസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതാണ് വേൾഡ് ഡെന്റിസ്റ്റ് ഡേയുടെ പ്രത്യേകത. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ അഥവാ IDA ഇന്ത്യയിലുള്ള ദന്ത ഡോക്ടർമാരുടെ ഏക ഔദ്യോഗിക സംഘടനയാണ്. ഏതാണ്ട് 1,00,000-ലധികം ദന്ത ഡോക്ടർമാർ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ശാഖ പോലെ തന്നെ കേരളത്തിലും ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ IDA ഏതാണ്ട് 10,000-ലധികം ദന്ത ഡോക്ടർമാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. ഈ 10,000-ലധികം ദന്ത ഡോക്ടർമാർ 39 ബ്രാഞ്ചുകളിലായിട്ടാണ് നിലകൊള്ളുന്നത്. IDA എന്ന മഹാപ്രസ്ഥാനത്തിന് ഒരുപാട് ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട്. ദന്ത ഡോക്ടർമാരുടെ ഒരു അഭിവൃദ്ധിയും അതുപോലെ തന്നെ സമൂഹത്തിൽ ദന്ത ഡോക്ടർമാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ഒക്കെ ഉള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷന് തുടർ വിദ്യാഭ്യാസം, ദന്ത ഡോക്ടർമാരുടെ തുടർ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്കൂളുകളിൽ, അതുപോലെ കോളേജുകളിൽ, ഇവിടെയെല്ലാം നമ്മൾ ക്ലാസ്സുകൾ, അതായത് ദന്ത പരിചരണത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ, അതുപോലെ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ അതുപോലെ ദന്ത ഡോക്ടർമാരുടെ അവരുടെ ഇൻഷുറൻസ്, അവരുടെ ലീഗൽ ഹെൽപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾക്കൊരു ഫാമിലി ഡോക്ടർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ നാട്ടിലും അങ്ങനെ നമ്മൾ ആ ഫാമിലി ഡോക്ടറെ കണ്ടിട്ടാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നതും പ്രാഥമികമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നേടുന്നതും. അതുപോലെ തന്നെ നമ്മൾക്കെല്ലാം ഒരു ഫാമിലി ഡോക്ടർ ഡെൻറ്റിസ്റ്റ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് എന്നുള്ളത് ആ ദന്ത ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഒരു ദന്ത ഡോക്ടർക്ക്, അടിസ്ഥാനപരമായ ഒരു BDS ദന്ത ഡോക്ടർക്കാണ് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ അംഗീകൃതമായിട്ടുള്ള ഒരു ദന്ത ഡോക്ടറെ തന്നെ സമീപിക്കണം. കാരണം ദന്ത ഡോക്ടർമാരുടെ തുടർ വിദ്യാഭ്യാസം ശാസ്ത്രീയമായിട്ട് നിർവഹിക്കുന്നത് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള ദന്ത ഡോക്ടർമാർ കൃത്യമായും പുതിയ കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ദന്ത രോഗ സംശയ നിവാരണത്തിനോ പ്രാഥമിക ദന്ത ചികിത്സകൾക്കോ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനിൽ അംഗമായിട്ടുള്ള ഒരു ദന്ത ഡോക്ടറെ തന്നെ നിങ്ങൾ സമീപിക്കേണ്ടതാണ്.